ബംഗാള് ചെങ്കടലാകാൻ പോവുകയാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM സീറ്റുകൾ ഒറ്റയ്ക്ക് നിന്ന് തന്നെ ലോക്സഭയിൽ കൊയ്തെടുക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. DYFI നടത്തിയ ഇൻസാഫ് റാലി കൊൽക്കട്ടയെ മഹാസമുദ്രമാക്കി, ചെങ്കടലിൻ്റെ ഒരു മഹാസമുദ്രം തീർത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ മുഹമ്മദ് സലീം നേതൃത്വം നൽകി വലിയ രീതിയിലുള്ള സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും CPIM അവിടെ നടത്തിയിരിക്കുന്നത്. ഇത് വോട്ടായി മാറിയാൽ, അവിടെ സമ്മേളിക്കുന്ന ജനങ്ങളുടെ ആവേശ വോട്ടായി മാറിയാൽ തീർച്ചയായും CPIMന് അത് വലിയ നേട്ടമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. 34 കൊല്ലം ബംഗാൾ ഭരിച്ച നിങ്ങൾ എന്തേ ഒരു മരുന്നിന് പോലും ഇല്ലാതെ പോയി എന്ന് കളിയാക്കിയവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്രദമാകും എന്ന് തന്നെയാണ് CPIM അടിവരയിട്ട് പറയുന്നത്. 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് ശക്തമായ മുന്നേറ്റമുണ്ടാകും. പല അസംബ്ലി സെഗ്മെന്റുകളിലും ലീഡ് നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൃണമൂലിന്റെ ഗുണ്ടായിസം, തെരുവ് ഗുണ്ടാ ഭരണം, അത് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് CPIM തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അടിച്ചും ആക്രമിച്ചും ബൂത്ത് പിടിച്ചും ആളുകളെ തല്ലുകയും ചതയ്ക്കുകയും വടിവാളിന് വെട്ടുകയും ഒക്കെ ചെയ്യുന്ന തൃണമൂൽ ഗുണ്ടായിസത്തിനെ എല്ലാ രീതിയിലും അവസാനിപ്പിക്കാൻ തന്നെയാണ് CPIMന്റെ ശക്തി പ്രകടനം കൊൽക്കട്ടയിൽ അരങ്ങേറിയത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ രീതിയിലുള്ള ആവേശ പെരുമഴയായിരുന്നു, ഒരു വലിയ പോരാട്ട ഉജ്ജ്വല വീര്യമായിരുന്നു CPIMന്റെ നേതൃത്വത്തിൽ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും. അതുപോലെ തന്നെയാണ് CPIM ബംഗാളിൽ തൃണമൂൽ എന്ന ഈ ഗ്രഹണത്തെ മാറ്റിക്കൊണ്ട് ശക്തമായി തിരിച്ചു വരാൻ പോകുന്നതെന്ന് അടിവരയിടുന്ന ഒരു വലിയ മഹാറാലിയാണ്. 7 റാലികൾ 7 സ്ഥലങ്ങളിൽ നിന്നും വന്ന മഹാറാലിയാണ് ഒരു സ്ഥലത്തേക്ക് ഏകീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബംഗാളിൽ മുഹമ്മദ് സലീം നേതൃത്വം നൽകുന്ന പാർട്ടി CPIMന് അധികാരം തിരിച്ചു കിട്ടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് 2026 ശക്തമായ മത്സരം CPIMന്റെ നേതൃത്വത്തിൽ നടക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൃണമൂലിന്റെ ഗുണ്ടാഭരണം അവസാനിക്കാൻ പോകുന്നു എന്ന് ശക്തമായി മമതയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉജ്ജ്വലമായ താക്കീത് കൂടിയാണ് ഈ റാലി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മമതാ ബാനർജി നടത്തിയ കിരാത ഭരണം, 15 കൊല്ലം നടത്തുന്ന ഈ കിരാത ഭരണം സമാനതകളില്ലാത്ത വലിയ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭരണമായിരുന്നു. ബംഗാളിൻ്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ രീതിയിലും അവിടുത്തെ ശോഭ തല്ലിക്കെടുത്തിക്കൊണ്ടുള്ള മമതാ ബാനർജിയുടെ ഈ കാട്ടാള ഭരണത്തിനെതിരെയുള്ള CPIMന്റെ സിംഹഗർജനമാണ് ഈ റാലിയിലൂടെ കാണാൻ കഴിയുന്നെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPIMന് വിജയിക്കാൻ കഴിയുമെന്ന തീർച്ചയായിട്ടുള്ള ഒരു ശക്തി പ്രകടനമാണ് ബംഗാളിൽ ഈ നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.